ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു യുവർ യൂട്യൂബ് ചാനൽ. സുഗമോ ദേവി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശാരികയുടെ സങ്കടവും സിദ്ധാർത്ഥിനോടുള്ള അപേക്ഷയും ശാരിക സിദ്ധാർത്ഥിനെ കണ്ട് തൻ്റെ മനസ്സിലുള്ള സങ്കടങ്ങളും കാര്യങ്ങളും തുറന്നു പറയുന്നതോടെയാണ് എപ്പിസോഡ് ആരംഭിക്കുന്നത്. എൻ്റെ ചേച്ചി നന്ദേട്ടനുമായി ഒരുപാട് ആഗ്രഹിച്ച ഒരു ജീവിതമായിരുന്നു ഇത്. പക്ഷേ ചേച്ചി ആഗ്രഹിച്ചതുപോലെയല്ല കാര്യങ്ങൾ സംഭവിച്ചത്. ഞാനും എൻ്റെ ചേച്ചിയുമൊക്കെ കുട്ടിക്കാലത്ത് ഒരുപാട് ബുദ്ധിമുട്ടിയ കൂട്ടത്തിലാണ്. അപ്പോഴൊക്കെ ദാരിദ്ര്യം എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത കാര്യമായിരുന്നു. ഞാൻ എപ്പോഴും അച്ഛനെയും അമ്മയെയും കുറ്റപ്പെടുത്തുമായിരുന്നു. എന്നാൽ ഇതൊക്കെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണെന്ന് പറഞ്ഞ് എന്നെ ആശ്വസിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോയത് എൻ്റെ ചേച്ചിയാണ്. ചേച്ചി ഒരു MLA മകനെ പ്രണയിച്ച് വിവാഹം കഴിച്ചപ്പോൾ ഞാനാണ് ഏറ്റവും കൂടുതൽ സന്തോഷിച്ചത്. കാരണം ചേച്ചിയെങ്കിലും ഞങ്ങളുടെ ദാരിദ്ര്യത്തിൽ നിന്ന് രക്ഷപ്പെടുമല്ലോ എന്ന് ഞാൻ കരുതി. പക്ഷേ ഇപ്പോൾ ഞാൻ ചിന്തിക്കുന്നു, എൻ്റെ ചേച്ചിക്ക് ഞങ്ങളെപ്പോലെയുള്ള സാധാരണക്കാരായ ആരെയെങ്കിലും കല്യാണം കഴിച്ചു കൊടുത്താൽ മതിയായിരുന്നു എന്ന്. അങ്ങനെയെങ്കിൽ ചേച്ചി ഇന്ന് സന്തോഷത്തോടെ ജീവിച്ചേനെ. ആ ചന്ദ്രത്ത് വീട്ടിൽ ചേച്ചി കുടിച്ച കണ്ണീരിന് ഒരു കണക്കുമില്ല. പ്രഭാവതി ആൻറ്റി, രജനി ചേച്ചി, അങ്ങനെ എല്ലാവരും ചേച്ചിയെ ചൂഷണം ചെയ്യുകയേ ഉള്ളൂ. ഇപ്പോഴിതാ പുതിയ കഥാപാത്രം ഇസബെല്ല വന്നിരിക്കുന്നു. അവളോട് എൻ്റെ ചേച്ചിയെ വെറുതെ വിടാൻ പറയണം. നന്ദേട്ടനെ ഈ കൊലപാതകവുമായിട്ട് ചേച്ചിക്ക് യാതൊരു ബന്ധവും ഉണ്ടാക്കാൻ പാടില്ല. ഈ പ്രശ്നങ്ങളൊക്കെ ചന്ദ്രത്ത് വീട്ടിൽ തന്നെ ഒതുങ്ങിത്തീരണം. എൻ്റെ ചേച്ചിയെ ഇതിലേക്ക് വലിച്ചിഴക്കരുത്. ഇതൊക്കെ കേട്ട് സിദ്ധാർത്ഥിന് മറുപടി പറയാൻ കഴിയുന്നില്ല. ഈ സമയം അങ്ങോട്ട് വരുന്ന ദേവിക ശാരികയോട് സംസാരിക്കുന്നത് നിർത്താൻ ആവശ്യപ്പെടുന്നു. എന്നാൽ സിദ്ധാർത്ഥ് ഇടപെടുന്നു. ശാരിക പറഞ്ഞതെല്ലാം 100% ശരിയാണ്. ഒരു കുടുംബജീവിതമായാൽ ഇങ്ങനെയൊക്കെ പല പ്രശ്നങ്ങളും ഉണ്ടാകും. ഈ ഋഷിയുടെ കേസിൽ ഒരു കാരണവശാലും ദേവികയ്ക്ക് യാതൊരു പ്രശ്നവും വരില്ല എന്ന് സിദ്ധാർത്ഥ് അവർക്ക് ഉറപ്പ് നൽകിയ ശേഷം അവിടെ നിന്നും പോകുന്നു. ശേഷം മാധവൻ്റെ ഡിസ്ചാർജ് വാർത്തയും സത്യം മറച്ചുവെക്കലും മാധവനെ ഡിസ്ചാർജ് ചെയ്ത് കൊണ്ടുപോകാമെന്ന് ഡോക്ടർ സന്തോഷ വാർത്ത അറിയിക്കുന്നു. ഈ സമയം ഗിരി അങ്ങോട്ട് വരുന്നു. കാര്യങ്ങളൊക്കെ രജനി അറിഞ്ഞതും ഇത് മുരളിയോട് പറഞ്ഞാൽ ഭാർഗവി അറിയാൻ പോകുമെന്നും ഭാർഗവി അറിഞ്ഞാൽ എല്ലാവരോടും പബ്ലിസിറ്റി ചെയ്യുമെന്നും പറഞ്ഞ് അവർ ഈ വിഷയം തൽക്കാലം മറച്ചു വയ്ക്കാൻ തീരുമാനിക്കുന്നു. ശേഷം ചന്ദ്രമതി പ്രഭാവതിയെ കുറ്റപ്പെടുത്തുന്നു. ചന്ദ്രമതി അവിടെ നിന്ന് ഇസബെല്ല വീണ്ടും ചന്ദ്രത്ത് വീട്ടിലേക്ക് വന്നതിനെക്കുറിച്ച് പറഞ്ഞ് പ്രഭാവതിയെ കഠിനമായി കുറ്റപ്പെടുത്തുന്നു. അവൾ ഇനി വന്നാൽ വെറുതെ വിട്ടേക്കരുത്, ഇവിടെ തന്നെ അങ്ങ് താമസിച്ചേക്ക്. അവൾ ശരിക്കും ഒരു ഫ്രോഡാണ്, അല്ലാതെ നല്ലൊരു സുഹൃത്തല്ല. നന്ദനെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചതെന്ന് നീ പറഞ്ഞല്ലോ. ഏത് തരത്തിലാണ് അവൾ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചത്? നല്ലൊരു സുഹൃത്തായിരുന്നെങ്കിൽ ആദ്യം അവളത് അവൻ്റെ ഭാര്യയോടും പിന്നീട് അവൻ്റെ വേണ്ടപ്പെട്ടവരോടും പറയുമായിരുന്നു. അതല്ലാതെ അവൾ രഹസ്യമായിട്ട് ഓരോന്ന് ചെയ്ത് അവനെ ഹോസ്റ്റൽ മുറിക്കും ഹോം സ്റ്റേക്കും ഒക്കെ വിളിച്ചു കൊണ്ടുപോയി. ഇതാണോ പ്രഭാവതി നല്ലൊരു സുഹൃത്തിൻ്റെ ലക്ഷണം? ശേഷം പ്രഭാവതിയുടെ ദേവികയുടെ കാല് പിടിക്കുന്നു. തൻ്റെ അച്ഛനെ ഡിസ്ചാർജ് ചെയ്യാൻ പോവുകയാണെന്ന വാർത്ത സിദ്ധാർത്ഥിൻ്റെ അച്ഛനെ അറിയിക്കാൻ ദേവിക അങ്ങോട്ട് വരുന്നു. ഇത് കേൾക്കുന്ന പ്രഭാവതി തൻ്റെ മകനെ ഒരു കാരണവശാലും നിയമത്തിന് മുന്നിൽ വിട്ടുകൊടുക്കരുതെന്നും അവനോട് ക്ഷമിച്ച് അവനെ രക്ഷപ്പെടുത്തണമെന്നും പറഞ്ഞ് ദേവികയുടെ കാല് പിടിച്ച് അപേക്ഷിക്കുന്നു. അതിനൊരിക്കലും കഴിയില്ല എന്ന് ദേവിക പ്രഭാവതിയുടെ മുഖത്തു നോക്കി തറപ്പിച്ചു പറയുന്നു. ശേഷം നന്ദൻ്റെ പൊട്ടിക്കരച്ചിലും മാപ്പ് ചോദിക്കലും തങ്ങൾക്ക് നന്ദനെ കണ്ട് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്ന് ചന്ദ്രമതി പറയുന്നു. ദേവികയും ചന്ദ്രമതിയുടെ കൂടെ അകത്തേക്ക് കടന്നു. നന്ദൻ ചന്ദ്രമതിയോട് സങ്കടം പ്രകടിപ്പിക്കുകയും മാപ്പ് ചോദിക്കുകയും ചെയ്യുന്നു. തന്നോട് ക്ഷമിക്കണം ആൻറ്റി, ഞാൻ ഒരുപാട് തെറ്റുകൾ ചെയ്തു. അതൊക്കെ എൻ്റെ ഒരു ഡിപ്രഷൻ്റെ അവസ്ഥയിൽ സംഭവിച്ചു പോയതാണ്. ദേവികയോട് മാപ്പ് ചോദിക്കുന്നു. തുടർന്ന് ദേവികയോട് മാപ്പ് ചോദിക്കുന്ന നന്ദൻ തന്നോട് യാതൊരു ദേഷ്യവും വിചാരിക്കരുതെന്നും താൻ പഴയ നന്ദു തന്നെയാണെന്നും തൻ്റെ സ്വഭാവത്തിൽ യാതൊരു കറയും പറ്റിയിട്ടില്ലെന്നും പറഞ്ഞ് പൊട്ടിക്കരയുന്നു. നന്ദൻ്റെ ഈ അവസ്ഥ കണ്ട് ദേവികയ്ക്ക് വലിയ സഹതാപം തോന്നുന്നു. ഇസബെല്ലയുമായിട്ടുള്ള തൻ്റെ കൂട്ടുകെട്ടിനെ ഒരിക്കലും തെറ്റിദ്ധരിക്കരുതെന്ന് നന്ദൻ വീണ്ടും വീണ്ടും പറയുന്നു. ശേഷം ഇസബെല്ലയുടെ പകയും അരുന്ധതിയുടെ മുന്നറിയിപ്പും ഇസബെല്ലയുടെ മനസ്സിലുള്ളതാണ്. ഈ സമയം ഇസബെല്ല കെവിനോട് തൻ്റെ മനസ്സിലുള്ള കാര്യങ്ങൾ തുറന്നു പറയുന്നു. എന്തൊക്കെ പറഞ്ഞാലും ദേവിക നന്ദൻ്റെ ഭാര്യയാണ്. നന്ദനും ദേവികയും തമ്മിൽ വീണ്ടും ഒരുമിക്കുമോ? അങ്ങനെ സംഭവിച്ചാൽ ആ രണ്ടുപേരെയും ഞാൻ വെറുതെ വിടില്ല. അരുന്ധതി ഋഷിയെ താക്കീത് ചെയ്യുന്നു. മറുഭാഗത്ത് കേസുമായി മുന്നോട്ടു പോയാലുണ്ടാകുന്ന അപകടങ്ങളെക്കുറിച്ച് അരുന്ധതി ഋഷിയെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ്. ഇനിയും ഇത് മൂടിവെച്ചാൽ ഒരുപാട് അപകടങ്ങൾക്ക് ചെന്ന് ചാടും. അതുകൊണ്ട് ഋഷി,
നീ എല്ലാവരോടും സത്യങ്ങൾ തുറന്നു പറയുന്നതായിരിക്കും നല്ലത്. ഇപ്പോൾ നിന്റെ കൂടെ നിൽക്കുന്ന ഇസബെല്ലയ്ക്കോ കെവിനോ മറ്റാർക്കെങ്കിലുമോ യാതൊരു പ്രശ്നവും സംഭവിക്കില്ല. ഇത്രയും വലിയ കള്ളക്കളി കളിച്ചതിൻ്റെ പേരിൽ നീ മാത്രമായിരിക്കും ജയിലിൽ കിടന്ന് ശിക്ഷിക്കപ്പെടാൻ പോകുന്നത്. അതുകൊണ്ട് ഈ ഡ്രാമയൊക്കെ അവസാനിപ്പിച്ച് നന്ദനോട് സത്യങ്ങൾ തുറന്നു പറഞ്ഞ് കീഴടങ്ങുന്നതാണ് നിനക്ക് നല്ലത്. അരുന്ധതിയുടെ വാക്കുകൾ കേട്ട് ഋഷി ആദ്യം എതിർക്കുന്നുണ്ടെങ്കിലും പിന്നീട് അവൻ അതിനെക്കുറിച്ച് ഗൗരവമായി ചിന്തിക്കുന്നു. ശേഷം ഋഷി കെവിനുമായി ഇത് ചർച്ച ചെയ്യുമ്പോൾ കാര്യങ്ങൾ എല്ലാവരെയും കൈവിട്ടു പോവുകയാണെന്ന് കെവിന് മനസ്സിലാകുന്നു. ഇസബെല്ല തങ്ങൾക്ക് എല്ലാവർക്കും വലിയൊരു വിഷപ്പാമ്പായി മാറുമെന്ന് കെവിൻ തിരിച്ചറിയുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.